യെസ്. ഓക്കെ. അപ്പം ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആക്ച്വലി ഓപ്പൺ ചെയ്തത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടായിരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്തായിരുന്നു. ഇന്ന് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്കാണ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു 1 hour ഒക്കെ വെയിറ്റ് ചെയ്തു. മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത ഉടനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിക്ചറോ കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ട് തന്നെ 1 hour ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു ബ്രേക്കിംഗ് ആണ്. അതായത് നമുക്കൊരു ഹയർ ഹൈ ബ്രേക്കിങ്ങിന് ശേഷം മാർക്കറ്റ് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇതാ ഈ ഒരു ക്യാൻഡിലിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു ലോങ് വ്യൂ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു 22,500 വരെയെങ്കിലും 22,900 നിന്ന് 500 വരെയെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു വ്യൂ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ അവിടെ പുട്ട് സെല്ലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഞാൻ പുട്ട് സെൽ ചെയ്തു. എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4% ആയിരുന്നു. മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞാൽ 2% ആയിരുന്നു. അത് ഈ ഒരു ക്യാൻഡിന്റെ ബിലോ ആയിട്ടാണ് എസ് എൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് കൺസൾട്ടേഷൻ ആയിരുന്നു. നല്ല രീതിയിലുള്ള കൺസൾട്ടേഷൻ വന്നു. ഏകദേശം ഒരു 1.2%, 1.5% ഒക്കെ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷനിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വെച്ചിട്ടുള്ള എസ് എൽ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് എടുത്തു പോയി. പക്ഷെ അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല 2% എത്താത്തതുകൊണ്ട്. കാരണം ഓൾറെഡി മെൽറ്റിംഗ് വന്നിട്ട് പ്രോഫിറ്റിലായിരുന്നു. സോ മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്തപ്പോഴും നമ്മളെ എസ് എൽ ടാർഗറ്റ് 2% എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷം ഒരു 2:30 ആയ സമയത്ത് മാർക്കറ്റ് നല്ലൊരു ഫോളോ വന്നു. അപ്പം ആ ഒരു ഫോളോ വന്നിട്ട് അതും ഇവിടെ എത്തിയതിനു ശേഷം ഒരു 50 പോയിന്റ്സ് താഴോട്ട് ഫോളോ ചെയ്തതിന് ശേഷമാണ് എന്റെ പ്രോഫിറ്റും കുറഞ്ഞ് 2% ലോസിലേക്ക് ആയത്. അപ്പം ആ ഒരു 2% എസ് എൽ ഹിറ്റ് ചെയ്ത സമയത്ത് ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാൻ ചെയ്യും. കാരണം അതിൽ കൂടുതൽ ലോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ആ രീതിയിൽ 2% ലോസ് ബുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഞാൻ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തത് 1:2 ആയിരുന്നു. 4% ആണ് മാക്സിമം ലോസ്. അതായത് ഈ ഒരു റെഡ് സോൺ ഡയറക്ട് ലൈനിന്റെ മേലെ എവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് 4% പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പം ഇന്നത്തെ ദിവസം ലോസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് തേഴ്സ്ഡേയിലും നമുക്ക് ഇതേപോലെ, പക്ഷേ ലാസ്റ്റ് തേഴ്സ്ഡേയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ഇട്ടതുകൊണ്ട് തന്നെ എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് തേഴ്സ്ഡേയിൽ ഇതേപോലെ തന്നെ ഒരു 100-150 പോയിന്റോളം മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആകെ ഒരു 50 to 70 പോയിന്റ്സ് നമുക്ക് ഫോളോ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നു പൊസിഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഡയറക്ഷണൽ ട്രേഡിംഗ് അതായത് മെയിൻലി സെല്ലേഴ്സിന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു 2:30 ആ സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിവേ, സോ ദാറ്റ്സ് ഫോർ ദ ഡേ. ബൈ.